പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവരെയും വന്ദനം ചൊല്ലുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഷാലേം ഇന്റർനാഷണൽ മിനിസ്ട്രീസ് വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ വീണ്ടും ഞങ്ങൾ ആർദ്രവമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾക്കായി, പ്രാർത്ഥന സപ്പോർട്ടുകൾക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങൾ പറയപ്പെടുന്ന വിഷയങ്ങൾ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചു വരുന്നു. നിങ്ങൾക്ക് കർത്താവ് സമയത്ത് മറുപടി തരുന്നതിനായി ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 7, 8, 9 വാക്യങ്ങൾ വായിക്കുന്നു. ഒരു വൃക്ഷം ആയിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും, അത് ഇളങ്കൊമ്പുകൾ വിടാതിരിക്കയില്ല. അതിന്റെ വേര് നിലത്ത് പഴകിയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും, ഒരു തൈ പോലെ തളർവിടും. ഹോപ്പ് ഓഫ് എ ട്രീ. ഒരു വൃക്ഷമായാൽ പ്രത്യാശ ഉണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും. അതിന്റെ വേര് നിലത്ത് പഴകിയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും, ഒരു തൈ പോലെ തളർവിടും. ദൈവമക്കളെ, വെള്ളത്തിന്റെ അരികിൽ നിൽക്കുന്ന വൃക്ഷം അതിൻ്റെ കൊമ്പുകൾ വെട്ടിയാലും ആ മരത്തെ വെട്ടിയിട്ടാലും അത് പൊട്ടിക്കിളിർക്കും. കാരണം വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട്, വെള്ളം അവിടെ സുലഭമായതുകൊണ്ട് ആ വേര് വെള്ളം വലിച്ചെടുത്ത് അത് വീണ്ടും തള്ളിവിടും. ഒരു ദൈവ പൈതൽ, ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ കഷ്ടങ്ങളും പ്രയാസങ്ങളും വന്നാലും നിശ്ചയമായും അതിനെ അതിജീവിച്ച് പഴയതിനേക്കാൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട നിലയിലേക്ക് വരും. ഇയ്യോബിന്റെ പുസ്തകം അത് നമ്മളെ പഠിപ്പിക്കുന്നു. ഇയ്യോബിനെ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. തൻ്റെ സകലത്തെയും സാത്താൻ ഉടച്ചു കളഞ്ഞു. തൻ്റെ മൃഗസമ്പത്ത്, പുത്രസമ്പത്ത്, തൻ്റെ ആരോഗ്യം, സകലതും പിശാച് തകർത്ത് തരിപ്പണമാക്കി. പിശാച് വിചാരിച്ചു, ഇയ്യോബ് ഇനിയും തളിർക്കത്തില്ല, ഇയ്യോബ് ഇനിയും ദൈവത്തെ ആരാധിക്കത്തില്ല, ഇയ്യോബ് ഇനിയും ദൈവത്തെ സ്തുതിക്കത്തില്ല. എന്നാൽ ദൈവകൃപയുള്ള ഇയ്യോബ്, ഒരു പ്രത്യാശയുള്ള ഇയ്യോബ്, അവനറിയാം എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഞാനും ഉടയതമ്പുരാനുമായിട്ടൊരു ബന്ധമുള്ളത് കൊണ്ട്, ഞാൻ യാഗം കഴിക്കുന്ന വ്യക്തിയായതുകൊണ്ട്, ഞാൻ ദൈവത്തെ ദിനംപ്രതി അന്വേഷിക്കുന്ന വ്യക്തിയായതുകൊണ്ട്, ഞാൻ ദൈവത്തോട് ദിനംപ്രതി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഇരട്ടി ദൈവം മടക്കിത്തരും. ഇയ്യോബിന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്ന ഒരു കാര്യം, ഇയ്യോബിന്റെ കഷ്ടതയൊക്കെ ഒരു സീസണായിരുന്നു. അല്പകാലത്തേക്ക് മാത്രമേ പിശാചിന് അവനെ ദണ്ഡിപ്പിച്ചു വെക്കാൻ കഴിഞ്ഞുള്ളൂ. 42-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇയ്യോബിന്റെ ജീവിതത്തെ ദൈവം ഇരട്ടിയായി അനുഗ്രഹിച്ചു. ദൈവമക്കളെ, നിങ്ങളുടെയും എൻ്റെ ജീവിതത്തിൽ ചില പ്രതിസന്ധികളും ചില താഴ്ചകളും ചില അനാരോഗ്യങ്ങളും, സ്തോത്രം, സാമ്പത്തിക ഞെരുക്കങ്ങളും ഒക്കെ വരാം. എന്നാൽ ദൈവകൃപയോടെ നീ ജീവിച്ച് ആ നഷ്ടങ്ങളെ ഓർത്ത് പരാതിപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും, എന്റെ നടപ്പ് ഞാൻ അവന്റെ മുമ്പിൽ തെളിയിക്കുമെന്ന് ഭക്തനായ ഇയ്യോബ് പറഞ്ഞതുപോലെ, നീയും വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് ധൈര്യത്തോട് ഉറച്ചു നിൽക്ക്. നിന്റെ സീസണെ ദൈവം മാറ്റും. സ്തോത്രം. നഷ്ടപ്പെട്ടതിനേക്കാൾ എല്ലാം ഇരട്ടിയായ ഒരു അനുഗ്രഹം
ദൈവം നിന്റെ ജീവിതത്തിൽ തരും. ആമേൻ. എന്തൊക്കെ നിന്റെ ജീവിതത്തിൽ ഇന്ന് ഭാരങ്ങളും പ്രയാസങ്ങളും ഉണ്ടോ, ദൈവം ഇതിലെ നീ ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവമാളാണോ, ദൈവമകനാണോ, നിന്റെ സ്ഥിതിയെ ദൈവം മാറ്റും. ജോസഫിനെ നമ്മൾ എടുത്തു പഠിച്ചാൽ, ജോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരുറവിനെതിരെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ. അതിന്റെ കൊമ്പുകൾ മതിൽമേൽ പടരുന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവർ എയ്തു, അവനോട് പൊരുതി. അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവന്റെ ഭുജം യാക്കോവിന്റെ വല്ലഭന്റെ കൈയാൽ ബലപ്പെട്ടു. നോക്ക ദൈവമക്കളെ, സ്വന്തം സഹോദരങ്ങൾ ഈ സ്വത്രം ജോസഫിനെ ഇല്ലായ്മയാക്കുവാൻ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞു. അവിടുന്ന് മിദ്യാനെ കച്ചവടക്കാർക്ക് വിറ്റു. അപ്പന്റെ അടുക്കൽ ചെന്ന് നിന്റെ മകൻ മരിച്ചുപോയി എന്ന് പറഞ്ഞ് അവന്റെ അങ്കി മൃഗത്തിന്റെ രക്തത്തിൽ പുരട്ടിക്കൊണ്ട് കാണിച്ചു. ഒരു അധ്യായം വാക്കുകൾ പറഞ്ഞ് അവിടെ ക്ലോസ് ചെയ്തു. അപ്പൻ ദീർഘകാലം കരഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഒരു സീസണ് മാത്രമേ പിശാചിനെ കള്ളം മൂടി വെക്കാൻ, കള്ളം പറഞ്ഞ് സത്യത്തെ മറച്ചു വെക്കാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ ദൈവം സ്ഥിതിയെ മാറ്റിക്കഴിഞ്ഞപ്പോൾ ജോസഫിന്റെ ജീവിതം പുറത്തു വന്നു. ദൈവമക്കളെ, നിന്റെ ജീവിതത്തിൽ ആരൊക്കെ നിന്നെ നിന്ദിച്ചാലും, ഏത് പൊട്ടക്കിണറ്റിൽ നിന്നെ വലിച്ചെറിഞ്ഞാലും, ഏത് കാരാഗ്രഹത്തിൽ നിന്നെ കൊണ്ടുവന്ന കാരണം കൂടാതെ അടച്ചാലും, എന്നേക്കുമായി നിന്നെ അടയ്ക്കാൻ പറ്റത്തില്ല. എന്നേക്കുമായി നിന്നെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. നീ പുറത്തു വരുന്ന ഒരു സീസൺ ഉണ്ട്. നീ യഥാർത്ഥ ദൈവ പൈതലെന്ന്, നീയാണ് യഥാർത്ഥ നീതിമാനെന്ന്, നീയാണ് യഥാർത്ഥ വാഗ്ദത്തമുള്ളവനെന്ന് നിന്റെ ചാർച്ചക്കാരും നിന്നെ നിന്ദിച്ചവരും ഒരുപോലെ മനസ്സിലാക്കുന്ന ഒരു സീസൺ നിന്റെ മുമ്പിൽ ദൈവം വെച്ചിട്ടാ നിന്നെ നിന്ദയ്ക്കും പരിഹാസത്തിനും ദൈവം ഏൽപ്പിച്ചു കൊടുത്തത്. ജോസഫിന്റെ ജീവിതം 13 വർഷത്തോളം കണ്ണുനീരിന്റെയും പ്രയാസത്തിന്റെയും പ്രതികൂലങ്ങളുടെയും ദിവസമായിരുന്നെങ്കിൽ ഒരു സീസൺ ദൈവം തുറന്നു കൊടുത്തു. അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി. ദേശത്തിലെ ഫറവോൻ തന്നെ പറഞ്ഞു, ജോസഫേ, നീ പറയാതെ ഇവിടെ മിസ്രൈമിൽ ഒരുത്തന്റെ കൈയും കാലും അനക്കത്തില്ല. അവനെ അധികാരമുള്ളവനാക്കി മാറ്റി. അവന്റെ കയ്യിൽ സ്വത്രം പാണ്ഡികശാലയുടെ താക്കോല് കൊടുത്തു. മുളയിലെ നുള്ളിക്കളയാൻ നോക്കിയതാ, ഇല്ലായ്മയാക്കാൻ നോക്കിയവനാ. ദർശനമുള്ളവനെ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിക്കുന്നവനെ സ്വത്രം പിശാചിനെ ഒതുക്കി വെക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഇപ്രകാരം പറയാറുണ്ട്, ദർശനമുള്ള ജോസഫിന്റെ കയ്യിൽ പാണ്ഡികശാലകൾ അവരുടെ താക്കോലും, ദർശനമില്ലാതെ ദർശനമുള്ളവനെ കൊല്ലുവാൻ നടക്കുന്നവന്റെ കയ്യിൽ കാലിച്ചാക്കുമാ. ദൈവമക്കളെ, നിന്നെ ആരൊക്കെ നുള്ളിക്കളയാൻ നോക്കിയാലും, ആരൊക്കും നിനക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞ് നിന്നെ എവിടെ ഒതുക്കിയാൻ നോക്കിയാലും, ദൈവത്തിന്റെ വചനത്തിന്റെ തിരുവെളിച്ചത്തിൽ ഞാൻ പറയാം, സ്തോത്രം, അല്പകാലത്തേക്ക് മാത്രമേ നിന്നെ സ്തോത്രം പിശാചിന് ഒതുക്കി വെക്കാൻ കഴിയത്തുള്ളൂ. നിന്റെ മേൽ വീണിരിക്കുന്ന വാഗ്ദത്തം മുളച്ചു വരുന്ന, നിന്റെ മേൽ ദൈവം പകർന്ന അഭിഷേകത്തിന്റെ പൊട്ടി നുഖങ്ങളെ തകർത്ത് നിന്റെ വാഗ്ദത്തങ്ങളെ പുറത്തു വരുന്ന ഒരു സീസൺ ഉണ്ട്. ആ സീസൺ എന്റെ കർത്താവ് നിന്റെ മുമ്പിൽ വെളിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇസ്രായേൽ ജനം അടിമത്തത്തിൽ പോകുമെന്ന ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ദൈവം അങ്ങനെ പറഞ്ഞതാ. എന്നാൽ എന്നേക്കുമായി അവരെ ഹല്ലേലൂയ
ആ അടിമനുഖത്തിൽ കിടക്കത്തില്ല. അവിടുന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു സീസൺ എന്റെ തമ്പുരാൻ സമയം പ്രഖ്യാപിച്ചിട്ടാ അവരെ അവിടെ വിട്ടത്. അബ്രഹാം പിതാവിനോട് പറഞ്ഞു, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം അടിമകളായി പാർക്കും. 4ാം തലമുറ ഒരു മടങ്ങിവരവിന്റെ സീസണാ. ആരോടോ ദൈവാത്മാവ് ഞാൻ പ്രവചിച്ചു പറയുക, നിനക്കൊരു മടങ്ങിവരവിന്റെ സീസൺ ഉണ്ട്. നിന്റെ അടിമനുഖം ആമേൻ പകരപ്പെടുന്ന ഒരു സീസൺ ഉണ്ട്. നിന്റെ തലമുറകൾ അനുഗ്രഹത്തിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു സീസൺ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് റിസീവ് ചെയ്യാൻ കഴിയുന്ന ദൈവമക്കൾ അത് റിസീവ് ചെയ്ത് ആമേൻ പറയ. നിന്റെ ദാരിദ്ര്യത്തിന്റെ മുഖത്തെ ഒളിച്ച് ആമേൻ സ്തോത്രം ഹല്ലേലൂയ. നിന്റെ അടിമനുഖത്തിന്റെ എല്ലാ വേദനകളെയും അഴിച്ച് ജയോത്സവത്തോടെ നിന്നെ മടക്കി വരുത്തുന്ന ഒരു സീസൺ നിന്റെ മുമ്പിലുണ്ട്. അത് ഈ 2023 ആമേൻ അവസാന ഘട്ടങ്ങൾ, 2024 പ്രാരംഭങ്ങളിൽ നിന്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ വാഗ്ദത്തം റിലീസ് ചെയ്യാണ്. ആമേൻ. ഇയ്യോബേ തന്റെ ഭാര്യ പോലും ഇയ്യോബിനോട് പറഞ്ഞു, നീ ഇനിയും ഈ ദൈവഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാതെ ആ ദൈവത്തെ അങ്ങ് ത്യജിച്ചു പറ. ഇയ്യോബ് പറഞ്ഞടി പൊട്ടി, എനിക്കൊരു സീസൺ ഉണ്ട്, എനിക്കൊരു നല്ല കാലമുണ്ട്, എൻ്റെ ദൈവം എന്നെ മാനിക്കുന്ന ദിവസമുണ്ട്. ഞാൻ ഇന്ന് ആമേൻ സ്തോത്രം ഈ ആമേൻ ചാരത്തിൽ രട്ടെടുത്ത് കിടക്കുക, പൂഴി മാറിയിട്ട് കിടക്കുക. എന്നാൽ എന്നെ പട്ടുമെത്തയിൽ ഇരുത്തുന്ന ഒരു ദിവസമുണ്ട്, എന്നെ ഉയർത്തുന്ന ഒരു ദിവസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൊർദെഖായിയോട് ചോദിച്ചു നോക്ക്. മൊർദെഖായി പറയും, ഞാൻ രട്ടെടുത്ത് ആമേൻ സ്തോത്രം കൊട്ടാരവാതിക്കൽ കിടന്ന ഒരു ദിവസമുണ്ട്. ഉപവസിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച എന്റെ ജനതയുടെ വിടുതലിനു വേണ്ടി ഞാൻ കരഞ്ഞ ഒരു ദിവസമുണ്ട്. എന്നാൽ സീസൺ മാറിയപ്പോൾ ആമേൻ മൊർദെഖായിയെ ദൈവം അനുഗ്രഹിപ്പാനിടയായി. നീലവും ശുഭവുമായ വസ്ത്രം ധരിച്ചുകൊണ്ട് ആമേൻ മൊർദെഖായി ആമേൻ ശൂഷൻ രാജധാനിയിൽ നിന്ന് പുറപ്പെട്ടു. ജനം യഹൂദന്മാർ സന്തോഷിച്ചു, ആനന്ദിച്ചു. ദൈവമക്കളെ, നീ എവിടെ തകർന്നുവോ, നീ എവിടെ കരഞ്ഞോ, നീ എവിടെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ നിലവിളിച്ചോ, അവിടെ നിന്റെ സീസൺ ദൈവം മാറ്റി. എന്റെ ദൈവം നിന്നെ ബാധിക്കും, എന്റെ കർത്താവ് നിന്നെ ഉയർത്തും. ശൂഷൻ രാജധാനി കലങ്ങിപ്പോയെന്ന് ആമേൻ എസ്തർ 3:15 നമ്മൾ വായിക്കുമ്പോൾ 8-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ യഹൂദന്മാരുടെ ഇടയിൽ ആമേൻ സന്തോഷവും ബഹുമാനവും ആനന്ദവും ഉല്ലാസവും ഉണ്ടായെങ്കിൽ ദൈവമക്കളെ, നിന്റെ സീസൺ മാറാൻ പോകുക. ആമേൻ. നീ ആമേൻ കലങ്ങിയ ഇടത്ത്, നീ സ്വതം രട്ടുടുത്ത് കിടന്ന ഇടത്ത്, നിന്നെ സ്വതം അവൻ പുറത്താക്കിയ സ്ഥലത്ത്, നിനക്കെതിരെ കഴുകുമരം ഉണ്ടാക്കിയിടത്ത് സർവശക്തൻ നിന്റെ സീസൺ മാറ്റി നിന്നെ അനുഗ്രഹിക്കാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇയ്യോബിന് നഷ്ടപ്പെട്ടതിനേക്കാൾ ഇരട്ടി ദൈവം അവന് കൊടുത്തു. ഹല്ലേലൂയ. അവന് നഷ്ടപ്പെട്ടതിനേക്കാൾ ഇരട്ടി ദൈവം കൊടുത്തു. 7000 ആമേൻ സ്തോത്രം ആടും 3000 ഒട്ടകവും 500 കാളയും 500 പെൺകഴുതയും ആമേൻ അങ്ങനെ മൃഗസമ്പത്ത് വളരെ ദാസജനവും ഉണ്ടായിരുന്ന ഇയ്യോബിന് നഷ്ടപ്പെട്ടതിനേക്കാൾ ഇരട്ടിയായി ദൈവം അവന് കൊടുത്തുവെങ്കിൽ ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുക, നിന്റെ സീസൺ ദൈവം മാറ്റും. ഞരക്കത്തിന്റെ അവൻ വിഷയത്തിൽ നിന്ന് ദൈവം നിന്നെ മാറ്റി ഒരു അനുഗ്രഹത്തിന്റെ സമൃദ്ധിയുടെ ഒരു സീസൺ നിനക്ക് ദൈവം തരാൻ പോകുക. വെട്ടുക്കിളിയും തുള്ളനും പച്ചപ്പുഴും വിട്ടിലും തിന്നു ശേഷിപ്പിച്ച ആ സീസൺ പകരമായി ഒരു അനുഗ്രഹത്തിന്റെ സീസൺ ആമേൻ സ്തോത്രം ദൈവം നിനക്ക് വേണ്ടി തരാൻ പോകുക.
നിന്റെ ചക്കുകളെ ദൈവം ആമേൻ സ്തോത്രം എണ്ണ കൊണ്ട് നിറയ്ക്കുക. നിന്റെ സ്തോത്രം കളപ്പുരകളെ വിവിധ ധ്യാനം കൊണ്ട് ദൈവം നിറയ്ക്കും. നീ കരഞ്ഞതിനും നിലവിളിച്ച ഒരു സീസൺ നിന്റെ മുമ്പിലുണ്ടോ? എന്റെ ജനമേ, ഭയപ്പെടേണ്ട. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വെള്ളത്തിന്റെ അരികെ നിൽക്കുന്ന ഒരു വൃക്ഷം അതിനെ വെട്ടിയാലും വീണ്ടും പൊട്ടിക്കിളർക്കും. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെയാണ്. ഈശായുടെ കുറ്റിൽ നിന്ന് ഒരു സ്തോത്രം മുള പൊട്ടിപ്പുറപ്പെടും. അവന്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കുമെന്ന് ദൈവത്തിന്റെ പ്രവചനം ഉടയ തമ്പുരാൻ യേശു തമ്പുരാൻ ജനിക്കുന്നതിന് 750 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ ഏശയ്യാവിൽ കൂടെ തമ്പുരാൻ എഴുതി വെച്ചു. ആ സ്തോത്രം യേശു തമ്പുരാൻ ഈ ഭൂമിയിൽ കന്യക മറിയത്തിന്റെ അവൻ ഉദരത്തിൽ ജനനമെടുക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൽ ആ ജനനം നടക്കുമ്പോൾ, ആമേ സ്തോത്രം പിശാച് അതിനെ മുളയിലെ നുള്ളിക്കളയുവാൻ നോക്കി ആവോളം പരിശ്രമിച്ചു. കള്ളസാക്ഷികളെ കൊണ്ടുവന്നു. ആമേ സ്തോത്രം അവന്റെ പദ്ധതി എല്ലാം പാളി. എന്നാൽ അവനെ ക്രൂശിച്ചു, അവനെ ഇല്ലായ്മയാക്കാൻ നോക്കി. എന്നാൽ സ്തോത്രം എന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കത്തില്ല എന്നുള്ള ദൈവത്തിന്റെ വചനമുണ്ടല്ലോ. ഹല്ലേലൂയ. 3-ാമത്തെ ദിവസം കല്ലറകളെ തുറന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ജീവനുള്ളവനായി പുറത്തു വന്ന ആമേൻ എന്നേക്കും ജീവിക്കുന്നവനായ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ള ആമേൻ സർവശക്തനായ യേശു ക്രിസ്തു, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ ഇന്നും ജീവിക്കുന്ന സർവശക്തിയുള്ള ദൈവം, ആമേൻ. ആ ദൈവത്തെ മുളയിലെ നുള്ളിക്കളയുവാൻ പിശാച് നോക്കിയിട്ട് കഴിഞ്ഞില്ല. ആ ദൈവത്തിന്റെ മക്കളാകുന്ന ഞാനും നിങ്ങളും ആ പരിശുദ്ധാത്മാവിന്റെ നിറവോട്, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ദൈവവചനത്തിന്റെ വ്യവസ്ഥയോടെ ജീവിക്കുന്ന ദൈവവൈതലേ, നിന്നെ തകർക്കാൻ പിശാചിന് കഴിയത്തില്ല. ഹല്ലേലൂയ. അവൻ നിന്നോട് പോരാടും, എന്നാൽ നിന്നെ ജയിക്കത്തില്ല. നീ പരിശുദ്ധാത്മാവിലും ദൈവകൃപയിലും ജീവിക്കുന്ന ദൈവമക്കളാണ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ആമേൻ. ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. ആകയാൽ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും. വൻമര ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റതിന് മേൽ അടിച്ചു, എന്നാൽ അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. ദൈവമക്കളെ, നിന്റെ ജീവിതത്തിൽ എത്ര പ്രതിസന്ധിയുടെ കാറ്റുകൾ അടിച്ചാലും, ഏതൊക്കെ തിരമാലകൾ നിന്റെ നേരെ അലച്ചു വന്നാലും നിന്നെ വീഴ്ത്താൻ പറ്റത്തില്ല. കാരണം നീ ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമുള്ളവരാ. ഹല്ലേലൂയ. ആമേൻ. ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നീ വീണ്ടും തഴച്ചു വളരും. നിന്റെ കടഭാരങ്ങളെ ദൈവം മാറ്റും. നിന്റെ ഇല്ലായ്മകളെ ദൈവം മാറ്റും. ആമേൻ സ്തോത്രം. നിന്റെ സീസൺ എന്റെ തമ്പുരാൻ മാറ്റും. നീ അനേകർക്ക് വായ്പ കൊടുക്കുന്ന വ്യക്തിയാക്കി ദൈവം നിന്നെ മാറ്റും. ദൈവം നിന്റെ കളപ്പുരകളെ നിറയ്ക്കും. നിന്റെ കയ്യിൽ അനുഗ്രഹത്തിന്റെ താക്കോൽ ദൈവം തരും. കാരണം നിന്റെ മിടുക്കല്ല, പരിശുദ്ധാത്മാവിന്റെ കൃപ. ആ സ്തോത്രം. പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന ദൈവമക്കളെ, നീ വാടിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ദൈവം നിങ്ങളെ ആക്കും. നിന്റെ സീസൺ, അനുഗ്രഹിക്കപ്പെട്ട സീസൺ തമ്പുരാൻ നിന്റെ മുമ്പിൽ വെക്കുന്നു. റിസീവ് ചെയ്ത് ദൈവത്തിന് സ്തോത്രം പറയുക. ഗോഡ് ബ്ലസ് യു ഓൾ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ,
നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് തന്ന ദൈവവചനത്തിനായി സ്തോത്രം. എന്റെ കേൾവിക്കാർക്കായി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കഷ്ടതയുടെയും ദാരിദ്ര്യത്തിന്റെയും കർത്താവെ പ്രതികൂലത്തിന്റെയും താളുകളിൽ കൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ 2023 അവസാനിക്കുവാൻ ചില ദിവസങ്ങൾ കൂടെ ബാക്കിയുള്ളൂ. കർത്താവെ, അവരുടെ സീസൺ മാറി. അനുഗ്രഹത്തിന്റെ സീസൺ തമ്പുരാൻ അവർക്ക് കൊടുത്ത് അവരെ മാനിക്കണമേ. നിന്റെ ജനത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വീണ്ടും ഞങ്ങളോട് ഷെയർ ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ഞങ്ങളെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. എറണാകുളത്തെ കാക്കനാടുള്ള ശാലേം വർഷിപ്പ് സെന്ററിൽ ഞായറാഴ്ച 8 മണി മുതൽ 10:30 വരെ രാവിലെ ആരാധന നടക്കുന്നു. കൂട്ടായ്മ ഞങ്ങളോടുകൂടി ആചരിപ്പാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. ആമേൻ. നമുക്കൊന്നിച്ച് കൂട്ടായ്മ ആചരിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.